ആഗതനായവൻ വിളിച്ചിടുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. അതായത് ഈ ശുശ്രൂഷ നാണം കെട്ട് ചെയ്യേണ്ടതാണ്. എന്താ കാര്യം എന്നറിയാവോ? കുഞ്ഞ് സാക്ഷ്യം പറഞ്ഞ് കേട്ടില്ലേ? ഞാൻ നാണം കെട്ടാണ് ഈ പത്രത്തിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തതെന്ന്. എല്ലാവരെയും വിളിക്കുമ്പോൾ, ടൗണിൽ കൊണ്ടേ പത്രം കൊടുക്കുമ്പോൾ ആൾക്കാർ ചോദിക്കും, നിനക്കെന്താ തലക്ക് വല്ല ഓളം ഉണ്ടാകുന്നു? അപ്പോൾ നിങ്ങൾ പറയും, വന്ന് കാണാൻ പറയും. അപ്പോൾ ഓരോ മനുഷ്യന്മാരോട് ദൈവം തിരിച്ചു കഴിയണത് എങ്ങനെ? അങ്ങനെയുള്ള ഓരോ വിഷയങ്ങളുടെ മേലും മാതാവ് കൂടെ നിന്ന് ചെയ്യണം. എന്താ ചെയ്യണം? എന്താ കാര്യം? അവരെ അഭിമാനത്തോടെ മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുക എന്നുള്ളത് പ്രവൃത്തികൾ ചെയ്യുമ്പോൾ എപ്പോഴും ഓർക്കണം. നമ്മൾ എന്നാ പ്രവൃത്തി, രോഗിയെ കുളിപ്പിച്ചാലും, അത് പിന്നെ വസ്ത്രം വാങ്ങിച്ച് കൊടുത്താലും, ദാഹിക്കുന്നവർക്ക് കുടിക്കാൻ കൊടുത്താലും, കാരാഗൃഹത്തിൽ പോയി ജയിൽവാസികളെ കണ്ടാലും, എന്നാ ചെയ്താലും, സുവിശേഷ പത്രം വാങ്ങിച്ച് പ്രാർത്ഥനാപൂർവ്വം പരസ്യമായിട്ട് വിതരണം ചെയ്താലും മനസ്സിലുണ്ടാകേണ്ടത് എന്താണ്? മനുഷ്യരുടെ മുമ്പിൽ ഞാൻ കർത്താവിനെ ഏറ്റുപറയുകയാണ്. 10:32 നടക്കണതേ. മത്തായിയുടെ സുവിശേഷം 10:32 എന്താണ്? മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവനെ പറഞ്ഞേ, എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും. അപ്പോൾ പിതാവുമായിട്ട് കണക്റ്റഡാണ് ഈ പ്രയർ മുഴുവനും. നമ്മളൊരു പ്രവർത്തനം ചെയ്യുമ്പോൾ അതെന്താണ്? അത് മനുഷ്യരുടെ മുമ്പിൽ ആരെ ഏറ്റുപറയുകയാണ്? യേശുവിനെ ഏറ്റുപറയുകയാണ്. അപ്പോൾ എന്നാ സംഭവിക്കണത്? അതിൻ്റെ കണക്ഷൻ എന്താ? പിതാവിൻ്റെ മുമ്പിൽ നമ്മളെയും ഏറ്റുപറയും. പിതാവിൻ്റെ മുമ്പിൽ നമ്മളെ ഏറ്റുപറയണത് എന്തുകൊണ്ടാണ്? പിതാവിൻ്റെ പ്രവൃത്തികളാണ് നമ്മൾ യേശുവിലൂടെ കർത്താവിൻ്റെ നിർദ്ദേശപ്രകാരം ചെയ്യണത്. അപ്പോൾ എന്താ സംഭവിക്കണത്? പിതാവ് എന്നിലും ഞാൻ പിതാവിനും ആയിരിക്കുന്ന പോലെ ദൈവം നിങ്ങളിലായിരിക്കും. ദൈവം നിങ്ങളിലായിരിക്കുമ്പോഴാണ് ഒരു പരാജയം വന്നാലും ഒരു ശത്രുത വന്നാലും സ്റ്റീവന് പറഞ്ഞു കൊടുത്തതുപോലെ ദൈവം നിന്നോട് പറയും, മോശം ജനിക്കാൻ കാലമായി എന്ന് ചിന്തിച്ചാൽ മതി, സമുദ്രത്തിലൂടെ വഴിവെട്ടാൻ കാലമായി, പെരുവെള്ളത്തിലൂടെ പാത ഒരുക്കാൻ കാലമായി, സന്തോഷിക്കുക ദൈവപൈതലേ എന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ, അതിശക്തമായി സ്തുതിക്കട്ടെ. കർത്താവേ, ഞങ്ങളുടെ ഉടമ്പടി നിയോഗങ്ങളുടെ വാഗ്ദാനങ്ങളുടെ മേൽ അഭിഷേകം ചൊരിയണമേ. കർത്താവിന്റെ കൃപ ചൊരിയട്ടെ. ഉടമ്പടി നിയോഗങ്ങൾ സമർപ്പിച്ചുകൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, മോശം ജനിക്കാൻ കാലമായി, അനുഗ്രഹത്തിന്റെ കാലമായി, അഭിഷേകത്തിന്റെ കാലമായി കൊണ്ട് നിറയ്ക്കണമേ. ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ ഇന്നാത്മവാരി കൊണ്ട് നിറയ്ക്കണമേ. ദൈവത്തിന്റെ തേജസ്സിവിടെ പ്രകാശിക്ക വേണം വെളിച്ചമായി. ദൈവത്തിന്റെ തേജസ്സിവിടെ പ്രകാശിക്ക വേണം വെളിച്ചമായി. ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ ഇന്നാത്മവാരി കൊണ്ട് നിറയ്ക്കണമേ. ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ ഇന്നാത്മവാരി കൊണ്ട് നിറയ്ക്കണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. അപ്പോൾ എല്ലാം നമ്മുടെ സന്തോഷമെല്ലാം ഇൻ്റർകണക്റ്റഡ് ആണ്. ശരിക്കും പിതാവ് എന്നിൽ വസിക്കണതാണ് ഈ പ്രവർത്തനത്തിൻ്റെ നെറ്റ് റിസൾട്ട് എന്ന് പറയണത്. അപ്പോൾ ദൈവം എന്നിൽ വസിക്കുമ്പോൾ എന്തുണ്ടാകുമെന്നാണ് പറഞ്ഞത്? എന്തൂസിയാസം ഉണ്ടാകും, ഇൻതയോസ്. ദൈവം ഉള്ളിൽ വസിക്കുമ്പോൾ, ദൈവം ഉള്ളിൽ വസിച്ചു കഴിഞ്ഞാൽ ഈ സമർപ്പണം ചെയ്യുമ്പോൾ അങ്ങനെ സംഭവിക്കണേ. സമർപ്പണം, ഇപ്പം നമ്മൾ പരീക്ഷയ്ക്ക് തോറ്റു, അല്ലെങ്കിൽ നമ്മൾ വളരെ കരുതലോടെ ഉറപ്പിച്ചിരുന്ന കല്യാണം വിട്ടുപോയി. സമർപ്പണമുള്ള വ്യക്തികളാണെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വിട്ടുപോകുമ്പോൾ എന്നാ ചെയ്യേണ്ടത്? സമർപ്പിക്കണം. കൈ വിട്ടുപോയാൽ എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? സമർപ്പിക്കണം. സമർപ്പിക്കണമെന്നല്ല, സമർപ്പിക്കാൻ വേണ്ടിയാണ് കൈവിട്ട് പോണത്. പിടിയോ? എന്തെങ്കിലും നിങ്ങളുടെ കൈവിട്ട് പോയി, അപ്പോൾ ഉടനെ എന്ത് ചെയ്യണം? സമർപ്പിച്ചേക്കണം. എന്തിനാണ് കൈവിട്ട് പോണത്? എന്തിനാണ്? സമർപ്പിക്കുന്നു എന്നുള്ള ഭാഷയാണ് ദൈവം നമ്മോട് പറയണത്. ഇത് ഫുൾ ആൻഡ് ഫുൾ, നീ ഇതിലൊന്നും എടുക്കാതെ ദൈവ തിരുമനസ്സിനെ നിറവേറ്റുക എന്ന് വെച്ചാൽ സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥന ചൊല്ലൽ മാറ്റിയിട്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുക. അതിൻ്റെ രണ്ടുകൊണ്ടേ, സ്വർഗസ്ഥനായ പിതാവ് നമുക്ക് ചൊല്ലാനും പറ്റും, ചെയ്യാനും പറ്റും. ഈ ചെയ്യുമ്പോഴാണ് ദൈവം നമ്മളിൽ വസിക്കണത്. ദൈവം നമ്മൾ വസിക്കുമ്പോഴാണ് സംഭവിച്ച വിഷയത്തിൻ്റെ മേൽ നമ്മൾക്ക് നിരാശ തോന്നാതെ ഇരിക്കണത്, പ്രത്യാശ തോന്നണത്. പ്രത്യാശ തോന്നുമ്പോൾ എന്താ സംഭവിക്കണത്? നമ്മൾ ദൈവദൂതനെ പോലെ നമ്മുടെ മുഖം പ്രസന്നമാകും.
നിനക്ക് സമർപ്പണം ഇല്ലെന്നുണ്ടെങ്കിൽ നീ മുഖവും കറുത്ത് നടക്കും. വണ്ടി പോയിരിക്കുമ്പോഴും നീ മുഖവും കറുത്തുകൊണ്ട് അവിടെ ഇരിക്കും. എന്താണോ താനിങ്ങനെ ഇരിക്കണത് എന്ന് ചോദിക്കുമ്പോൾ പറയും, ഇപ്പം 4ാമത്തെ പ്രാവശ്യമാണ് ഇവിടെ വന്നത്, ഇപ്പോഴും 1ാമത്തെ കാര്യം നടന്നിട്ടില്ല എന്ന് പറയും. മുഖം കറുത്തിരിക്കും. താരമനുസരിച്ച് നിനക്ക് ഇപ്പോഴും ഒരു സംശയമുണ്ട്, നടക്കുമോ ഇല്ലയോ, കൈവിട്ട് കളിക്കണോ? അതാണ് പ്രശ്നം. പത്രത്തിൻ്റെ കാര്യത്തിലായാലും പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ കാര്യത്തിലായാലും ഇന്ന് നീ ഇവിടെ ആരാധന കൂടിയത് കാരണം വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങും. ആ പ്രത്യക്ഷീണ പ്രാർത്ഥന എങ്ങനെയെങ്കിലും കാട്ടിക്കൂട്ടി വെച്ച് ഒറ്റ ഉറപ്പ്. എന്താ ചോദിക്കണം? ഇല്ല, ഇന്ന് ആരാധനക്ക് പോയല്ലേ, ഇന്നിപ്പോൾ കുടുംബ പ്രാർത്ഥന ആവശ്യമുണ്ടാകുന്നു. കുടുംബ പ്രാർത്ഥന വരെ വെച്ചുകൊണ്ട് വിലപേശി നമ്മൾ ദൈവതിരുസന്നിധിയിൽ. ഇന്ന് ആരാധനയ്ക്ക് വന്നതായതുകൊണ്ട് കുടുംബ പ്രാർത്ഥന ഫ്ലോപ്പ് ചെയ്യും. ഇതെല്ലാം കറക്റ്റ് ചെയ്യണം മക്കളെ. എന്തെങ്കിലും ദൈവത്തിൽ നിങ്ങൾക്ക് ദൈവത്തിനെക്കുറിച്ച് അറിയാമല്ലോ. നമുക്ക് യേശുക്രിസ്തുവിന് നൽകിയവനാണ് അവൻ. ബൈബിൾ എന്താ പറയണത്? നമുക്ക് യേശുക്രിസ്തുവിനെ പോലും നൽകിയവൻ അവനോടുകൂടി സമസ്തവും നമുക്ക് നൽകുകയില്ലേ? അപ്പം അങ്ങനെ വരുമ്പോഴേ ഈ 8:32 റോമ വായിക്കുമ്പോഴേ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം വെച്ചാൽ, എന്തായാലും ശരി എനിക്ക് യേശുക്രിസ്തുവിന് നൽകിയവനാണ് എൻ്റെ പിതാവ്. അപ്പോൾ എൻ്റെ നിസ്സാരമായ കാര്യങ്ങൾ എനിക്ക് വലുതാണ്, പക്ഷേ ദൈവത്തിന് അത് എപ്പോൾ വേണമെങ്കിലും ചെയ്യാം. അതുകൊണ്ട് കൈവിട്ട കളിയെല്ലാം കയ്യിൽ നിന്ന് വിട്ടുപോയെന്ന് തോന്നിയാൽ എന്ത് ചെയ്യണം? ഇപ്പോൾ ചില പറയണ്ട, അച്ഛാ ഈ ഒരു ചിട്ടി മാത്രമാണ് എൻ്റെ ഒരു ആശ്രയം, അത് പോയാൽ സ്വാഭാവികമായിട്ട് സിമൻറ്റുകാരനും കല്ല് തന്നവനൊക്കെ എൻ്റെ വീട്ടിൽ വന്ന് കുത്തിയിരിക്കും. അപ്പം ഞാൻ അതിനാണ് ഈ ഉടമ്പടി ഇങ്ങനെ മസിൽ പിടിച്ച് കൂടിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പുറത്തിറങ്ങിയപ്പോൾ തന്നെ പറഞ്ഞ ചിട്ടി വീണില്ലെന്ന് ഭർത്താവ് വിളിച്ച് പറഞ്ഞു. അതോടുകൂടി പിന്നെ ഞാൻ ഐസായിട്ടിരിക്കുകയാണ്. പിന്നെ സാധാരണ കൊന്തഞ്ചേരിക്കൊണ്ടാണ് ഞാൻ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരുന്നതേ. ഇന്ന് ഞാൻ കൊന്തഞ്ചേരിക്കൊണ്ടല്ല പോണത്. എന്താണ്? ഭർത്താവ് വിളിച്ച് പറഞ്ഞ് ചിട്ടി വീണിട്ടില്ലെന്ന്. ഇനി എന്ത് പുയിലാണ് കർത്താവ് കൊണ്ടാകാൻ പോണതെന്ന് വിചാരിച്ചുകൊണ്ടാണ്. അപ്പോഴെൻ്റെ മക്കൾ മനസ്സ് എന്തുണ്ടായാലും എൻ്റെ കർത്താവ് അറിയാതെ ഉണ്ടാവത്തില്ല. അതെപ്പോഴും നമ്മൾ മനസ്സിലാവേണ്ടതാണ്. ഒരു നാണയത്തൊട്ട് 2 കുരുവികൾ വിൽക്കപ്പെടുന്നില്ലേ? അതിലൊന്നുപോലും എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് അറിയാതെ താഴെ വീഴുന്നത്. എന്ത് വീഴ്ചയുണ്ടെങ്കിലും, ലുക്ക 12:7, എന്നാ വീഴ്ചയുണ്ടെങ്കിലും എൻ്റെ കർത്താവ് അറിയുമോ എന്ന് വിചാരിച്ചാൽ മുഖം നമുക്ക് ദൈവദൂതന്മാരെ പോലെ പ്രകാശിക്കും, ഇല്ലേ? എൻ്റെ കർത്താവ് അറിഞ്ഞിട്ടാണ് എൻ്റെ കൊച്ചു മരിച്ചത് എന്ന് ദാവീദ് കട്ടിൻ്റെ അടിയിൽ കിടന്ന് കരഞ്ഞുകൊണ്ട് ചാരത്തിൽ പൊതിഞ്ഞ് കിടന്ന് ദാവീദ് പെട്ടെന്ന് മനസ്സിലായി, കൈവിട്ട് പോയി, കൊച്ചു മരിച്ചു പോയി. അപ്പോൾ ആ മനുഷ്യൻ എന്ത് ചെയ്ത് ഉടനെ എഴുന്നേറ്റ് കൊച്ചു മരിക്കണത് മുമ്പ് ഊണ് കഴിക്കാൻ വിളിക്കാൻ മോന്തക്കെട്ട് അടിച്ച ആളാണ്. ഇവൻ കട്ടിൽ നിന്ന് എഴുന്നേറ്റ് വന്നപ്പോൾ തന്നെ അവിടെ ഉണ്ടായിരുന്ന ആൾക്കാർക്ക് ജീവൻ കൊണ്ട് പോയി. ദാവീദ് കൂട്ടാക്കിയില്ല. ദാവീദ് തന്നെത്താൻ പോയി കുളിമുറിയിൽ പോയിട്ട് നന്നായിട്ട് കുളിച്ചു. പിന്നെ എന്ത് ചെയ്തു? 5 കാര്യമാണ് ആ മനുഷ്യൻ ചെയ്തത്. ദൈവം ഒരു പരാജയം തിരിച്ചു കഴിഞ്ഞപ്പോൾ 5 കാര്യമാണ് ദാവീദ് ചെയ്തിരിക്കുന്നത്. 2 സാമുവേൽ 12:20, 2 സാമുവേൽ 12:20 മുതലുള്ള വചനങ്ങൾ. എന്താണ്? 5 കാര്യം ചെയ്ത്. എന്താണ്? 1 കുളിച്ചു മിടുക്കായിട്ട്, 1 വെടിപ്പായിട്ട് കുളിച്ചു. 2ാമത്തെ എന്താണ്? സെൻ്റടിച്ച്. കാര്യം ഞാൻ ഫ്രഷാണെന്നുള്ളതാണ്. എന്നെ ഇത് ബാധിച്ചിട്ടില്ല. എന്താ കാര്യം? ഞാനത് കർത്താവിന്, എൻ്റെ പരാജയം ഞാൻ കർത്താവിന് ഏൽപ്പിച്ചു. സെൻറ്റ് പൂശിന് ആൾക്കാരെ പിടിക്കാനൊന്നുമല്ല. സെൻറ്റ് പൂശുമ്പോൾ എൻ്റെ പിന്നിലുള്ള ബൈബിളിക്കൽ കൊണോട്ടേഷൻ എന്താണ്? ഞാൻ എൻ്റെ കർത്താവിന് സമർപ്പിച്ചു. ഐ ആം ഫ്രഷ്. എനിക്ക് നിരാശയില്ല, എനിക്ക് സങ്കടമില്ല. ലോകത്തിൻ്റെ ഒരു കാര്യത്തിനും എന്നെ പരാജയപ്പെടുത്താൻ പറ്റത്തില്ല. എന്താ കാര്യം? ഞാൻ കർത്താവിൻ്റെ കൂടെയാണ്. കാര്യം സങ്കടങ്ങളൊക്കെ വരുമ്പോഴേ ബൈബിളത് തിരുത്തും. സങ്കടങ്ങൾ വന്നാൽ ഇപ്പോൾ റാഹേൽ പ്രസവിച്ചു. എഫ്രായിമിൽ വെച്ച് ബെത്ലഹേമിലേക്കുള്ള വഴിയിൽ വെച്ചാണ് റാഹേൽ പ്രസവിച്ചത്. പ്രസവിച്ച ഉടനെ ബെനൂനോ എന്ന് പറഞ്ഞാണ് നിലയം വിളിച്ചുകൊണ്ടാണ് റാഹേൽ പ്രസവിച്ചത്. ബെനൂനോ എന്നുവെച്ചാൽ എൻ്റെ സങ്കടത്തിൻ്റെ പുത്ര എന്നാണ് വിളിച്ചത്. അവൾ മരിച്ചു. ആ വാക്ക് പറഞ്ഞ അവൾ മരിക്കണത് റാഹേൽ. ബനൂനോ എന്ന് ആ കൊച്ചിനെ വിളിച്ച് പ്രസവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് മരിച്ചത് റാഹേൽ. ആ ബനൂനോയുടെ അർത്ഥം എന്താ? എൻ്റെ സങ്കടത്തിൻ്റെ പുത്ര. റാഹേൽ മരിച്ചു. യാക്കോബ് റാഹേലിനെ ഒരു സ്മാരകം ഉണ്ടാക്കി അവിടെ. എന്നിട്ട് വീണ്ടും യാക്കോബ് യാത്ര തുടരുമ്പോഴേ അമ്മയിട്ട പേര് യാക്കോബ് ചേഞ്ച് ചെയ്യും.
കൊച്ചിയുടെ പേര് എൻ്റെ സങ്കടത്തിൻ്റെ പുത്ര എന്നല്ലേ വിളിച്ചത്. വിശ്വാസിക്ക് സങ്കടത്തിൻ്റെ പുത്രന്മാരില്ലല്ലോ. വിശ്വാസി അതായത് ഈ ജീവിത വഴികളിൽ ദൈവം തരുന്നുമ്പോൾ ദൈവത്തിൻ്റെ വചനത്തിലാണ് അവൻ വിശ്വസിക്കുന്നത്. അവൻ പോകുന്ന വഴിക്ക് കൊച്ചിൻ്റെ പേര് മാറ്റി ബെന്യാമിൻ എന്ന് വിളിച്ചു. എന്താണ് ബെൻ യാമിൻ? ബെൻ മീൻസ് മകൻ, യാമിൻ ഇപ്പം ബെഞ്ചമിനൊക്കെ ഇല്ലേ, ആ വാക്കിൽ നിന്ന് വന്നതാ ബെന്യാമിൻ. എന്താണ്? ദ സൺ ഓഫ് ദി റൈറ്റ് ഹാൻഡ്. റൈറ്റ് ഹാൻഡ് ആരാണ്? ദൈവം, ദൈവത്തിൻ്റെ പുത്രൻ. കൈയിടിച്ച് കർത്താവ് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ജീവിത മേഖലകളെ ദൈവവചനത്തിന്റെ ആഴമാർന്ന പ്രബോധനത്താൽ ശക്തിപ്പെടുത്തി നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, കൃപ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും. അടയാളങ്ങൾ സംഭവിക്കട്ടെ. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും. അടയാളങ്ങൾ സംഭവിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഉൽപ്പത്തി പുസ്തകം 35-ാം അധ്യായം 18-ാമത്തെ തിരുവചനം. നമ്മൾ ബെന്യൂനോ എന്ന് വിളിക്കുന്ന കാര്യങ്ങളെല്ലാം ബെന്യാമിനാണ് ശരിക്കും. അതാണ് ബൈബിളിൻ്റെ കാഴ്ചപ്പാട്. നമ്മൾ സങ്കടത്തിൻ്റെ സാഹചര്യം, അതിൻ്റെ ഫലം എന്നൊക്കെ പറയണതെല്ലാം ദൈവത്തിൻ്റെ ശക്തിയുടെ വലതുകരം പ്രബലമാകുന്ന ദൈവത്തിൻ്റെ പരിപാലനയുടെ ഭാഗമാണ്. കൈ അടിച്ച് കർത്താവ് ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവിന്റെ ശക്തി നിറയട്ടെ. ഹല്ലേലൂയ, യേശുവേ ആരാധന. അതുകൊണ്ടാണ് ദാവീദ് കുളിച്ചത്. അതുകൊണ്ടാണ് ദാവീദ് സെൻ്റ് പൂശിയത്. അതുകൊണ്ടാണ് ദാവീദ് നല്ല വസ്ത്രങ്ങൾ അണിഞ്ഞെന്നാണ് പറയണത്. 2 സാമുവേൽ 12:20 ദാനിയേൽ നല്ല വസ്ത്രങ്ങൾ അണിഞ്ഞു. മക്കളെ, പട്ടിണിയാണെങ്കിലും ചിട്ടി വീണില്ലെങ്കിലും മര്യാദക്ക് ജീവിക്കണേ. നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്. ഒന്നിനോട് നമ്മൾ പരാജയപ്പെടുത്തും. എനിക്ക് പനിയാണെങ്കിൽ, ചില ആൾക്കാരുണ്ട്, അച്ഛാ എനിക്ക് പനിയാണെങ്കിലും ഞാൻ തണുപ്പുള്ളത്തിൽ കുളിക്കുമെന്ന് പറയും. ഇത്ര അവർ ഫ്രഷ് ആകുമെന്നാണ് പറയണത്. നമ്മുടെ ഫ്രഷ്നെസ്സും വിശ്വാസം, ഫെയ്ത്ത് ആൻഡ് ഫ്രഷ്നെസ് വെരി സീരിയസ് സബ്ജക്റ്റാണ്. ഫെയ്ത്ത് ആൻഡ് ഫ്രഷ്നെസ്. അതായത് വിശ്വാസിയാണ് നീയെങ്കിൽ ഒന്നിൻ്റെ മുമ്പിൽ നീ അറവ് പറയത്തില്ല, എല്ലാത്തിനും അതിജീവിക്കും. വിശ്വാസി അടിയുറവ് പറയാനുള്ളതല്ല, വിശ്വാസത്താൽ അതിജീവിക്കാനുള്ളവനാണ്. കൈയടിച്ച് കർത്താവ് ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവേ, അടിയുറച്ച വിശ്വാസത്തോടെ ജീവിക്കാൻ ഞങ്ങളെ പരിശുദ്ധാത്മാവേ വിശ്വാസത്തിൽ എന്നും മുന്നേറും ഞാൻ. വിശ്വാസത്താൽ എല്ലാം ചെയ്തിടും ഞാൻ. വിശ്വാസത്തിൽ എന്നും മുന്നേറും ഞാൻ. വിശ്വാസത്താൽ എല്ലാം ചെയ്തിടും ഞാൻ. ഒന്നും അസാധ്യമായില്ല എൻ്റെ മുൻപിൽ, ജയം എനിക്കുണ്ട്. ഒന്നും അസാധ്യമായില്ല എൻ്റെ മുൻപിൽ, ജയം എനിക്കുണ്ട്. ഞാനൊട്ടും പിന്മാറുകില്ല, വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട്. ഞാനൊട്ടും പിന്മാറുകില്ല, വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട്. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭവിച്ചാൽ പിന്മാറുകില്ല ഞാൻ. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭവിച്ചാൽ പിന്മാറുകില്ല ഞാൻ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് കുട്ടി മരിച്ചപ്പോൾ ദാവീദ് ചെയ്ത 3-ാമത്തെ കാര്യം എന്നാ? നല്ല വസ്ത്രങ്ങൾ അടിഞ്ഞു. 4-ാമത്തെ കാര്യം എന്നാ? അവൻ ദേവാലയത്തിൽ പോയി
ആരാധിച്ചു വന്നു. പ്രൈസ് ദി ലോർഡ്. അഞ്ചാമത്തെ കാര്യമാണ് ഏറ്റവും രസം. അഞ്ചാമത്തെ കാര്യം എന്താണെന്നറിയാമോ? അവൻ വന്നിട്ട് ഊട്ടുമുറി വന്നിട്ട് അവൻ ഭക്ഷണം മേടിച്ച് കഴിച്ചു വന്നു. അപ്പോഴാണ് അവർക്ക് വിസ്മയമായത്. അവർ പറഞ്ഞു, പ്രഭു, ഈ ഭക്ഷണം കഴിക്കാനാണ് നിന്നെ ഞങ്ങൾ ഇന്നലെ വിളിച്ചത്. അപ്പോൾ വിളിച്ചവൻ്റെ കണ്ണക്കൂറ്റി നീ അടിച്ചു പോയിച്ചായിരുന്നു. ഇപ്പോൾ കൊച്ചു മരിച്ചിട്ടില്ലായിരുന്നു, ഇപ്പോൾ കൊച്ചു മരിച്ചു. അപ്പോൾ നീ എന്താ കാണിച്ചിരിക്കണത്? നീ കുളിച്ചു, നീ നല്ല വസ്ത്രമിട്ടു, നീ സെൻറ്റ് പൂശി, നീ ദേവാലയത്തിൽ പോയി പ്രാർത്ഥിച്ചു, ഇപ്പോൾ ഇതാ ഭക്ഷണം ചോദിക്കുന്നത്. അപ്പോൾ ദാവീദ് എന്താ പറഞ്ഞത്? കർത്താവ് അവനെ തിരിച്ചു തരാൻ ദൈവത്തിന് മനസ്സുണ്ടെങ്കിൽ എൻ്റെ ചരം പൂശിയ അവസ്ഥ കണ്ടിട്ട് കർത്താവ് തരട്ടെ എന്നാണ്. കർത്താവിൻ്റെ മനസ്സിപ്പോൾ വ്യക്തമായില്ലേ? ഇനി ഞാനെന്തിനാണ് ചരം പൂശി കിടക്കണത്? ഞാൻ കർത്താവിൻ്റെ മനസ്സിന് സമർപ്പിച്ചിരിക്കുന്നു. സ്വർഗസ്ഥനായ പിതാവ് എൻ്റെ പ്രാർത്ഥന ബൈബിൾ അവിടുന്നേ തുടങ്ങി വരികയാണ്. അങ്ങയുടെ നാമം പൂജിതമാകണമേ. കൊച്ചു മരിച്ചാലും വേണ്ടില്ല. അവൻ കുളിച്ചപ്പോൾ എന്താ പറയണത്? എൻ്റെ കുട്ടി മരിച്ചാലും വേണ്ട, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് നിറവേറണമേ. ദൈവത്തിൻ്റെ തിരുമനസ്സിനെ മഹത്വപ്പെടുത്തുകയാണ്. അതാണ് ഈശോ ചെയ്തത്. അതാണ് നമ്മൾ ചെയ്യുന്ന ഉടമ്പടിയിലൂടെ. എന്തെങ്കിലും കാര്യങ്ങൾ കൈവിട്ട് പോയെന്ന് കണ്ടാൽ എൻ്റെ മക്കൾ സമർപ്പിച്ചിട്ട് ഫ്രഷ് ആകണം. സ്റ്റീഫൻ്റെ മുഖം പോലെ 7:55 നടപടി പുസ്തകം പോലെ ദൈവദൂതന്മാരെ പോലെ ഇരിക്കണം. അപ്പോൾ ദൈവത്തിന് അറിയാൻ പറ്റും നീ ദൈവത്തിലാണ് വിശ്വസിക്കുന്നത്, പിശാചിലല്ല, ജീവിതത്തിലല്ല, ലോകത്തിലല്ല എന്ന് കൈയിടിച്ച് കിടന്നാൽ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ചിന്തിക്കട്ടെ. കർത്താവേ, ഏത് ജീവിത സാഹചര്യത്തിലും ദൈവത്തിന് സമർപ്പിക്കാൻ, ദൈവത്തിന്റെ ശക്തി നിറയണമേ, ദൈവസ്നേഹത്തോടെ ജീവിക്കാൻ, ഉണർവോട് ജീവിക്കാൻ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ മുദ്രയിടണമേ. ഉടമ്പടി ചെയ്ത ഓരോ മക്കളെയും ദിവ്യകാരുണ്യത്താൽ മുദ്രയിടണമേ. വ്യത്യസ്ത ഭൂഖണ്ഡങ്ങളിൽ പ്രാർത്ഥിക്കുന്നവരുടെ ജീവിത സങ്കടങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. ആമേൻ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. ഉയർത്തിയടിച്ചുകൊണ്ട് അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പൊഴിച്ചുകൊണ്ടായിരിക്കട്ടെ. താമസം ആഴ്ച തന്നെയാണ് ദാവീദിന് ദൈവം വേറെ കുഞ്ഞിനെ കൊടുത്തത്. അവൻ്റെ പേരാണ് സോളമൻ. ലോകത്തിലെ ഏറ്റവും വിജ്ഞാനിയായ മകൻ. ഞാൻ ചില സമയത്ത് ഓർക്കും, ഈ സോളമൻ്റെ കൊടുക്കാൻ വേണ്ടിയാണോ ഇവനെ ചാരം പോഷിച്ചതും ഇവനെ പ്രാർത്ഥിപ്പിച്ചതും? ഇവനെന്താ ചെയ്തത്? ഈ കൊച്ച് ക്ഷീണമായതിനു ശേഷം മരിക്കണവരെ മരിച്ചു കഴിഞ്ഞ് ഇവൻ ചെയ്തത് എന്താ? ഒന്ന് ചാരം പൂശി പ്രാർത്ഥിച്ചു, രണ്ടാമത് കുളിച്ച് പ്രാർത്ഥിച്ചു. ദാവീദ് എന്താ ചെയ്തത്? അവൻ 6 ദിവസങ്ങൾ ദാവീദ് എന്താ ചെയ്തത്? 3 ദിവസം ചാരം പൂശി പ്രാർത്ഥിച്ചു, പിന്നെ എന്ത് ചെയ്ത്? കുളിച്ച് പ്രാർത്ഥിച്ചു. അപ്പോഴും ചാരം പൂശാലും കുളിച്ചാലും ദാവീദ് എന്താണ് ചെയ്തത്? പ്രാർത്ഥന. അതുകൊണ്ടാണ് പാപം ചെയ്തപ്പോഴും കണ്ണീരോടെ പറഞ്ഞത്, കർത്താവേ, അങ്ങനെ തിരുസന്നിധിയിൽ നിന്ന് എന്തെല്ലാം അപകടം എനിക്ക് വന്നാലും എനിക്ക് ഒന്നേ ചോദിക്കാനുള്ളൂ, അങ്ങനെ തിരുസന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുത്. സങ്കീർത്തനം 51:1. ദൈവത്തിലെ എന്ത് സംഭവിച്ചാലും പ്രാർത്ഥനയുടെ വിളക്ക് അണഞ്ഞില്ലെങ്കിൽ നമ്മൾ അതിജീവിക്കും. ഉടമ്പടി നിങ്ങളെ അതിജീവിപ്പിക്കും. കൈയിടിച്ച് കർത്താവേ ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും അതിജീവിക്കാനുള്ള പരിശുദ്ധാത്മാവിന്റെ ശക്തി, ദൈവവചനത്തിന്റെ ശക്തി, ദിവ്യകാരുണ്യത്തിന്റെ ശക്തി അപ്പോസ്തലന്മാർക്ക് നൽകിയതുപോലെ പ്രാർത്ഥന വരമെന്നിൽ നൽകണമേ ഈശോ. പ്രാർത്ഥിക്കാൻ എന്നെ പഠിപ്പിക്കണമേ ഈശോ. പ്രാർത്ഥന വരമെന്നിൽ നൽകണമേ ഈശോ. നിന്തിരുരക്തത്താൽ കഴുകണമേ ഈശോ. നിന്തിരുഹിതമെന്നിൽ നിറവേറ്റണമേ ഈശോ. നിന്തിരുരക്തത്താൽ കഴുകണമേ ഈശോ. നിന്തിരുഹിതമെന്നിൽ നിറവേറ്റണമേ ഈശോ. ഇനി മഹാത്ഭുതങ്ങളുടെ പ്രാർത്ഥനയാണ് കയ്യൊപ്പ് പ്രാർത്ഥന. കർത്താവ് കഴിഞ്ഞ വർഷം നമുക്ക് തന്ന ഏറ്റവും വലിയ ദാനമാണ്. ഉടമ്പടി പ്രകാരം രോഗമുള്ളിടത്ത് ഈശോയുടെ നാമത്തിൽ അമ്മ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ കൈവച്ച് പ്രാർത്ഥിക്കുക. അനേകം മക്കളാണ് ഇപ്പോഴാ സമയത്ത് സൗഖ്യപ്പെട്ടതിന് സാക്ഷ്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും നമ്മൾ കൈവെക്കാൻ പോകുന്നു. ആദ്യമായി കൈവെക്കണ എപ്പോഴാണ്? ഉദരത്തിലാണ് കൈവെക്കണത്. ഞാൻ വളരെ സീരിയസ് ആയിട്ട് എടുക്കുന്ന ഒരു രോഗമാണ് ഉദര രോഗങ്ങളെന്ന്.
ഉദരത്തിന് രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ പിന്നെ മൂവ്മെൻ്റ് ഉണ്ടാകത്തില്ല. അത് അൾസറായാലും പിന്നെ കുടലക്കുരുക്കളായാലും കിഡ്നിയുടെ രോഗമായാലും അതുപോലെ തന്നെ ഗർഭാശയ സിസ്റ്റായാലും അറിയാതെ മൂത്രം പോകുന്ന അസുഖമായാലും PCOD, അതുപോലെ തന്നെ ഫിഷർ രോഗങ്ങൾ, അർസസ് രോഗങ്ങൾ എല്ലാം, മക്കളില്ലാത്തവർ എല്ലാം ഉദരത്തിൽ കൈവെക്കുക. എന്നെ ശ്രമിക്കുന്ന വിവിധ രാജ്യങ്ങളിലും നമ്മുടെ രാജ്യത്തിൻ്റെ വിവിധ ദേശങ്ങളിലിരുന്നു കൊണ്ട് ഈ ആരാധനയിൽ പങ്കെടുക്കുന്നവരും പങ്കെടുക്കാൻ പോകുന്നവരെല്ലാവരും അത് ആരാധനയിൽ ഈ ശുശ്രൂഷ കൂടുന്ന സമയത്ത് നിങ്ങൾ ഈശോനാമത്തിൽ ഉദരത്തിൽ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. പ്രാർത്ഥിക്കുക. കർത്താവേ, അങ്ങയുടെ അമ്മയായ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ഉന്നതമായ നാമത്തിലെ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. എൻ്റെ ഉദരത്തിൽ വെച്ചിരിക്കുന്ന കൈകളെ നിൻ്റെ കൈകളായി നീ പരിഗണിക്കണമേ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഉദര രോഗികളാണ് ഇപ്പോഴും ഉദരത്തിൽ കൈവെക്കേണ്ടത്. പിന്നെ മറ്റുള്ളവർക്ക് വെക്കാം. അതായത് വേറെ ആർക്കെങ്കിലും രോഗമുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി അവിടെ ഇൻറ്റൻഷനോട് കൂടി, അവിടെ സൗഖ്യത്തിൻ്റെ ഇൻറ്റൻഷനോട് കൂടി നിങ്ങൾക്ക് ഈശോ നാമത്തിൽ നിൻ്റെ ഉദരത്തിൽ കൈവച്ചുകൊണ്ട് അവരുടെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാവുന്നതാണ്. അച്ഛൻ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്ന മക്കൾ വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ടിരിക്കുക. വിശ്വാസപ്രമാണം. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, pour out your spirit, touch with your fire finger, soak with the precious blood. I command you in the name of Jesus Christ to be healed. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. കർത്താവേ, അങ്ങ് ചൊരിയുന്ന സൗഖ്യങ്ങളെ ഓർത്ത് നന്ദി പറയുന്ന കർത്താവേ, സാക്ഷ്യം പറയുമാറ് ഞങ്ങൾക്ക് സൗഖ്യങ്ങൾ വർദ്ധിച്ചതിന് നന്ദി പറയുന്ന കർത്താവേ, ഹല്ലേലൂയ. കരങ്ങൾ അടിച്ചുകൊണ്ട് കർത്താവേ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ, രോഗമെല്ലാം മാറിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ, തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ, തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് ഇനി ശ്വാസകോശ രോഗികൾ, വലിവ്, ശ്വാസമുട്ടൽ, ആസ്മ, ഹൃദയരോഗങ്ങൾ, ഹൃദയത്തിൻ്റെ ഞരമ്പുകൾ ബ്ലോക്കുള്ളത്, ഞരമ്പുകൾ ശോഷിക്കുന്നവർ, ഫാറ്റി ലിവറുകാർ, ബിൽറൂബിൻ കൂടുതലുള്ളവർ, കരളിന് അസുഖമുള്ളവർ, പാങ്ക്രിയാസിൻ്റെ അസുഖങ്ങളുള്ളവർ, നെഞ്ചിൻ്റെ പോട്ടിന് കൈവെക്കുക. ഇടത് നെഞ്ചിലെ ഹൃദയരോഗികൾ കൈവെക്കുക, പ്രാർത്ഥിക്കുക. തൈറോയ്ഡ് രോഗികൾ തൊണ്ടയിൽ കൈവെക്കുക. ടോൺസിൽ രോഗികൾ, സ്പൊണ്ടിലോസ് രോഗികളെല്ലാം തൊണ്ടയിൽ കൈവെക്കുക. എന്നിട്ട് പ്രാർത്ഥിക്കുക. അമ്മേ പരിശുദ്ധമ്മേ, എൻ്റെ രോഗാവസ്ഥയിലെ എൻ്റെ രോഗത്തിൻ്റെ ഇടത്ത് ഞാൻ വെച്ചിരിക്കുന്ന കൈകളെ ഈശോൻ്റെ കൈകളാകുവാൻ, ഞാൻ രോഗസൗഖ്യം പ്രാപിക്കുവാൻ അമ്മേ പരിശുദ്ധമ്മേ എനിക്ക് വേണ്ടി ഇപ്പോൾ മധ്യസ്ഥം വഹിക്കണമേ. അത്താഴി നിന്നുകൊണ്ട് നിന്റെ ശക്തിയുടെ സാക്ഷ്യം പറയുവാൻ എന്നെ സുവിശേഷത്തിന്റെ ഉപകരണമാക്കണമേ. Lord Jesus, Lord Jesus, pour out your spirit. I command you in the name of Jesus Christ to be healed. കൃപകളും വരങ്ങളും ജ്വലിച്ചിടുവാൻ ഞങ്ങൾ വചനത്തിൽ വേരൂന്നി വളർന്നിടുവാൻ. കൃപകളും വരങ്ങളും ജ്വലിച്ചിടുവാൻ ഞങ്ങൾ വചനത്തിൽ വേരൂന്നി വളർന്നിടുവാൻ. മഴയെ വീണ്ടും അയക്കണമേ, വിഞ്ചനമുണർന്നിടുവാൻ. വിൺമഴയെ വീണ്ടും അയക്കണമേ, വിഞ്ചനമുണർന്നിടുവാൻ. ശിരസ്സിന് രോഗമുള്ളവർ, തലച്ചോറിന് മരവിപ്പുള്ളവർ, പ്രഷർ രോഗികൾ, തലച്ചോറിന് ഞരമ്പുകൾ ശോഷിക്കുന്നവർ, ബ്ലോക്കുള്ളവർ,
നിങ്ങൾക്കത് ഉണ്ടാകണം നിർബന്ധമില്ല. ചിലപ്പോൾ നിങ്ങൾ ബന്ധുക്കൾ, സ്വന്തപ്പെട്ടവർ, വീട്ടുകാർ ആശുപത്രിയിലുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. മുട്ടിക്കൊഴിയുന്നവരെ, ശരീരത്തിന് ചൂട് കയറിയിട്ടേ, ക്രമാതീതമായ ചൂട് കയറിയിട്ട് വ്യത്യസ്തമായ ത്വക്ക് രോഗങ്ങൾ, മുടികൊഴിച്ചിലൊക്കെ ഉണ്ടാകുന്നവർ, പല്ലുവേദനക്കാർ, കർണരോഗങ്ങളുള്ളവർ, ചെവി കേൾക്കാൻ പാടില്ലാത്തവർ, ചെവിയിൽ നിന്ന് പഴുപ്പ് വരുന്നവർ, കണ്ണിൽ നിന്ന് രോഗമുള്ളവർ, കാഴ്ച മങ്ങുന്നവർ, തിമിരം കയറുന്നവർ, കണ്ണിന് ഫംഗസ് ഉള്ളവർ, പലതരത്തിലുള്ള കണ്ണ് രോഗങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരുന്നുകൊണ്ടിരിക്കുന്നവരെല്ലാവരും ഇപ്പോഴും നെറ്റിയിൽ കൈവച്ചുകൊണ്ട് അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കേണ്ട കർത്താവായ ദൈവമേ, ശിരസ്സംബന്ധമായ മുഴുവൻ രോഗങ്ങളും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലെ ഈശോയുടെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്ന കർത്താവേ, നിന്റെ നാമത്തിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കൾക്കും സൗഖ്യത്തിന്റെ അടയാളം നൽകണമേ. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, ഇപ്പോൾ കൈവച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ മകളുടെയും സമസ്ത രോഗങ്ങളുടെ മേൽ ദൈവത്തിന്റെ ദിവ്യകാരുണ്യ സ്പർശനം ഉണ്ടാകട്ടെ, സൗഖ്യം ലഭിക്കട്ടെ. വിദൂരങ്ങളിൽ നിന്ന് പ്രാർത്ഥിക്കുന്നവരെ ആശീർവദിക്കുന്ന കർത്താവ്. ഹല്ലേലൂയ. ഈശോ നിങ്ങളെ തൊടുകയാണ്. ഹല്ലേലൂയ. ആരാധിക്കുമ്പോൾ വിടുതൽ, ആമേൻ. ആരാധിക്കുമ്പോൾ സൗഖ്യം, ആരാധിക്കുമ്പോൾ വിടുതൽ, ആമേൻ. ആരാധിക്കുമ്പോൾ സൗഖ്യം. കരങ്ങൾ ഉയർത്തി. ദേഹം ദേഹിയാത്മാവിൽ സമാധാന സന്തോഷം ദാനമായി അവൻ നൽകിയിടും. ചേർന്ന് പാടിക്കൊണ്ട് ദേഹം ദേഹിയാത്മാവിൽ സമാധാന സന്തോഷം ദാനമായി അവൻ നൽകിയിടും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും മക്കളെ, വിസർപ്പ രോഗങ്ങൾ, ത്വക്ക് രോഗങ്ങൾ, സോറിയാസിൻ്റെ അസുഖങ്ങൾ, വേരിക്കോസിൻ്റെ അസുഖങ്ങൾ, ഷുഗർ രോഗങ്ങൾ, ആന്തരിക അവയവങ്ങളിലുള്ള നീരുവീഴ്ക്കങ്ങൾ, മുഴകൾ, സിസ്റ്റുകൾ, വാതരോഗങ്ങൾ, നഖം മുതൽ ശിഖ വരെയുള്ള മുഴുവൻ രോഗങ്ങൾ സമ്പൂർണ്ണമായി കൈ സ്വസ്തികയിൽ പൂർണ്ണമായി കർത്താവിൻ്റെ തിരുസന്നിധിയിൽ പ്രാർത്ഥനാപൂർവം സമർപ്പിക്കുക. കണ്ണുരോഗങ്ങളെ ഈശോ, കണ്ണിൽ ചോരപ്പാടുകൾ കൂടി വരികയും കണ്ണിന് കാഴ്ച മങ്ങുകയും ചെയ്യുന്നവർ, ലെൻസിന് കാഴ്ച മങ്ങുന്നവരൊക്കെ കർത്താവ് സ്പർശിച്ചുകൊണ്ട്, നാസികയിൽ ഇത് സിസ്റ്റ് വളരുന്നവരെ ഒക്കെ കർത്താവ് സ്പർശിച്ചു കൊണ്ടിരിക്കുന്നു. വല്ലാണ്ട് വിയർക്കുന്നവരെ, വിയർക്കുന്നവരെ, തലപ്പുകച്ചിലുണ്ടാകുന്നവരെ കർത്താവ് സ്പർശിച്ചു കൊണ്ടിരിക്കുന്നു. മുട്ടുവേദനക്കാർ, നിലത്ത് കുത്താൻ പാടുള്ളവർ, ശരീരം ഊതുന്നവർ, ഊത്തലുള്ളവർ, രക്ത ഓട്ടം ബ്ലോക്ക് ചെയ്തതിന് ശേഷം ശരീരം ഊത്തലുള്ളവർ, ശരീരത്തിൽ കുരുക്കളുണ്ടാകുന്നവർ, പൊറുക്കാത്ത കുരുക്കളുണ്ടാകുന്നവർ, പുറത്ത് കഴിഞ്ഞാൽ വേറെ കുരുക്കളുണ്ടാകുന്നവർ, വ്യത്യസ്തമായ രോഗികൾ, വാദ്യരോഗികൾ, വിശപ്പ് രോഗികളെ കർത്താവ് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ശ്വാസം മുട്ടുന്നവരെ കർത്താവ്, ശ്വാസം മുട്ടുന്ന രോഗമുള്ളവരെ കർത്താവ് സൗഖ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അതിശക്തമായി സ്തുതിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിലെ, ഉന്നതമായ നാമത്തിലെ, സഭയുടെ അധികാരത്തിൽ, പുരുഷന്റെ അടയാളത്തിൽ, യേശു നാമത്തിലെ സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് നന്ദി പറയട്ടെ. കർത്താവ് ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾ, അവർണ്ണനീയമായ കൃപകൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങൾ അടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തട്ടെ. തിരുരക്തത്താൽ കഴുകണമേ, തിരുക്കരത്താൽ താങ്ങിയെന്നെ, തിരുരക്തത്താൽ കഴുകണമേ. പെരുമഴ പോൽ പെയ്യട്ടെ, പെരുമഴ പോൽ പെയ്യട്ടെ. യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം, യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പൊഴിച്ചുകൊണ്ടായിരിക്കും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പൊഴിച്ചുകൊണ്ടായിരിക്കും. മക്കളെ, ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നതിൻ്റെ ഇടയ്ക്ക്
കുടലിങ്ങനെ പിരിഞ്ഞു കണ്ടിച്ചിരിക്കുക, കുടൽ നീർക്കോൾ കൊള്ളുക, ആഹാരം ദഹിക്കാണ്ടിരിക്കുക, കുറേ ക്യാപ്സ്യൂൾ കഴിച്ചുകൊണ്ടിരിക്കുക രോഗിയെ കർത്താവ് ഇപ്പോഴും സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഹല്ലേലൂയ. തുണ്ണിക്കുഴിയെ കർത്താവ് കാണിക്കുക, തുണ്ണിക്കുഴിയെ കാണിക്കുന്നുണ്ട്. തുണ്ണിക്കുഴിക്ക് കടുപ്പ് ചുവപ്പ് നിറം, ഉള്ളിൽ പിന്നെ എന്തോ തടയുന്ന പോലെയുള്ള അസുഖം, മാംസപേശികൾ കൂടുതലായിട്ട് അവിടെ സിസ്റ്റ് പോലെ വളരുന്നുണ്ടോ സംശയം. ആരോഗ്യ കർത്താവ് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഹല്ലേലൂയ. നാവിനെയും സുഖപ്പെടുത്തുന്നുണ്ട്. നാവിന് അസുഖമുള്ളവർ, നാവിൻ്റെ ചുവടിന് അസുഖമുള്ളവരെ കർത്താവ് സുഖപ്പെടുത്തുന്നുണ്ട്. വലത് വൃഷണത്തിനും വീക്കമുള്ളവരെ കർത്താവ് സ്പർശിച്ച് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ശ്രുതിയുടെ ഹല്ലേലൂയ. ഒരു തവണ മണ്ടത്തരം കാണിച്ചു, അതായത് ശരീരത്തിൻ്റെ ചൊറിച്ചിലോ അതുപോലെ തന്നെ കേടോ അതുപോലെ തന്നെ അനങ്ങാത്ത ഒരു മരയിപ്പോ കടിയോ കൊണ്ട് തേപ്പ് വീട്ട് വരെ ചൂടാക്കി മുട്ട വെച്ചിരിക്കുന്ന വ്യക്തിയെ കർത്താവ് കാണിക്കുന്നുണ്ട്. ആ വ്യക്തിയെ ഇപ്പോൾ കർത്താവ് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. സാക്ഷ്യം പറയാനിടയാണ് ദിവ്യകാരുണ്യത്തിന് അടയാളം പതിപ്പിക്കുന്നത് പറയുന്നു. ശിവ ആരാധന. കൈവിരലുകൾ മടക്കാൻ പറ്റാത്തവർ, അതായത് ഒരു ബോൾ എടുത്താൽ അത് അത്രയും മാത്രമേ കൈവിരലുകൾ ഉള്ളിലോട്ട് മടങ്ങത്തുള്ളൂ. ആ വ്യക്തിയെ കർത്താവ് സ്പർശിച്ചു കൊണ്ടിരിക്കുന്ന ശ്രുതിയുടെ ഹല്ലേലൂയ. സ്പർശനത്തിന് സൗഖ്യത്തിന് പറയുന്നു ഹല്ലേലൂയ. നിങ്ങളുടെ പ്ലാനുകൾ, കെട്ടിടത്തിൻ്റെ പ്ലാനുകൾ, വെക്കാൻ പോകുന്ന വീടിൻ്റെ പ്ലാനുകൾ, അതിൻ്റെ സ്ഥലമൊക്കെ കർത്താവിന് സമർപ്പിക്കേണ്ട സമയമാണിത്. അത് മെസ്സേജ് പ്രകാരമാണ് നമ്മളിപ്പോഴങ്ങനെ ചെയ്യണത്. ഇപ്പോഴങ്ങനെ ഒരു സന്ദേശം പ്ലാനുകളെ കാണിക്കുന്നത് കൊണ്ടാണ് ഇപ്പോൾ പ്ലാനുകളെ സമർപ്പിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ സാങ്ഷൻ്റെ തടസ്സമാകാം, ചിലപ്പോൾ പണമില്ലാത്ത അവസ്ഥയാകാം, ചിലപ്പോൾ ഇപ്പോൾ വെക്കണോ വേണ്ടേ എന്നുള്ള തീരുമാനമാകാം, പാകോടമ്പടി വരുമ്പോൾ ആർക്കാർക്കും വീടെന്നുള്ള സംശയമാകാം. പല 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 പ്രശ്നങ്ങൾ പ്ലാനുമായി ബന്ധപ്പെട്ടതാണ്. അതിൻ്റെ തടസ്സങ്ങൾ മാറാൻ വേണ്ടി പോവുകയാണ്. സ്തുതിക്കട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ലോർഡ് ജീസസ്. യേശുവേ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. പാടശേഖരങ്ങൾ, ഒരു മൂവ്മെൻ്റ് ഇല്ലാതെ കിടക്കുന്ന പാടശേഖരങ്ങളാണ്. കൃഷി ചെയ്യാനും പറ്റണില്ല, വിൽക്കാനും പറ്റണില്ല, കടം വെക്കാനും പറ്റണില്ല, ഒന്നും ചെയ്യാൻ പറ്റണില്ല. അതുമൂലം ഉണ്ടാകുന്ന കുറേ വിഷയങ്ങൾ. ഒരു 57 സെൻറ്റ് ഇങ്ങനെ നമ്പർ ഇതുവരെ കാണിക്കുന്നുണ്ട്. പക്ഷേ പാടശേഖരങ്ങൾക്ക് പൊതുവേ ഉണ്ടായിരിക്കുന്ന എന്ത് വിഷയമാണ്, അതിനെക്കൊണ്ട് സമൂഹ നന്മയോടുകൂടി ദൈവം തീരുമാനിക്കേണ്ടത്. ആ വിഷയത്തിന് വേണ്ടി സമർപ്പിക്കട്ടെ. സ്തുതിക്കട്ടെ ഹല്ലേലൂയ. സ്നേഹം അഭിഷേകമായി ചൊരിയണമേ, എല്ലാ മേഖലകളിലും സ്പർശിക്കണമേ, തീർപ്പ് കൽപ്പിക്കണമേ. പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, പഠിക്കാൻ പറ്റാതിരിക്കുന്നവർ, പഠിച്ച് തലേ കയറാത്തവർ, എപ്പോഴും ഉറക്കമുള്ളവർ, പലതരം ടെസ്റ്റുകൾ, ഇൻ്റർവ്യൂ, യോഗ്യതാ പരീക്ഷ, മത്സര പരീക്ഷ ഒക്കെ എഴുതാൻ പോകുന്നവർ, എഴുതിക്കൊണ്ടിരിക്കുന്നവർ, എഴുതിക്കഴിഞ്ഞവർ, റിസൾട്ട് പ്രതീക്ഷിക്കുന്നവരൊക്കെ നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കേണ്ട സമയമാണ്. മത്സര പരീക്ഷകൾ, യോഗ്യതാ പരീക്ഷകൾ, നൈപുണ്യ പരീക്ഷകൾ, ജോലി ലഭിക്കുന്നതിൻ്റെ ആവശ്യമായ എല്ലാ പരീക്ഷകൾ, ഇൻ്റർവ്യൂകൾ, ടെസ്റ്റുകൾ, യാത്രകൾ ഒക്കെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. സമാധാനം ഇല്ലാത്തവർ അതിശക്തമായി സ്തുതിച്ചുകൊണ്ടിരിക്കട്ടെ. പലതരത്തിലുള്ള കുടുംബ പ്രശ്നങ്ങൾ, വിവാഹം ഒത്തുവരാത്തവർ, മക്കൾ ഇല്ലാത്തവർ, സാമ്പത്തിക ബാധ്യതയുള്ളവർ, സാമ്പത്തിക ഫ്ലോ കിട്ടാത്തവർ, ജോലി നഷ്ടപ്പെട്ടവർ, ശമ്പളം വിത്തുകളുണ്ടായി പോയവർ, മരവിച്ച് പോയവർ, കിട്ടാത്തവർ ഒക്കെ പ്രാർത്ഥിക്കട്ടെ. കല്യാണ തടസ്സമുള്ളവർ, വിവാഹമോചനത്തിനായി കേസിലായിരിക്കുന്ന കുടുംബങ്ങൾ, കുടിപ്പകകൾ, പലതരത്തിലുള്ള അയൽവാസി പകകൾ, കേസുകൾ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ നാനാവിധമായ ആവശ്യങ്ങളിൽ ഇടപെടുന്ന നന്ദി പറയുന്ന കർത്താവേ, അങ്ങയുടെ കയ്യൊപ്പ് ചാർത്തുൽ എന്ന് പറയുന്ന കർത്താവേ, അങ്ങ് ഞങ്ങളെ സ്പർശിക്കുന്നെന്ന് പറയുന്ന കർത്താവേ, അങ്ങ് ഞങ്ങളെ
കാര്യങ്ങൾ ഏറ്റെടുക്കുന്നതിന് സംരക്ഷിക്കുന്നതെന്ന് പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപസ്മാര രോഗികൾ, എപ്പിലെപ്സി രോഗികൾ, ഓട്ടിസത്തിൻ്റെ അസുഖമുള്ള കുഞ്ഞുങ്ങൾ, അവിടെ മേലെല്ലാം കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം തളിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, ഓട്ടിസം ബാധിച്ച മക്കള് കർത്താവിനെ സ്പർശിക്കുന്നെന്ന് പറയുന്ന കർത്താവേ, Lord Jesus, pour out your spirit. I command you in the name of Jesus Christ to be healed. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. Praise Jesus. ശരീരത്തിൽ ഒരു തരം ദശ വളർന്നിട്ട് ആ ശരീരം അത് ബൾജ് ചെയ്തിരിക്കുന്ന വ്യക്തിയെ കർത്താവ് സ്പർശിച്ചു കൊണ്ടിരിക്കുന്ന അത് ഉദരഭാഗത്തായിട്ടാണ് കൂടുതലായി കാണിക്കുന്നത്. നിങ്ങളുടെ വ്യക്തിപരമായ ആവശ്യങ്ങളൊക്കെ ഇപ്പോൾ പ്രാർത്ഥിക്കേണ്ടതാണ്. വഴിപ്പെശകിൽ പോയിട്ടുള്ള വിശ്വാസ പ്രതിസന്ധി അനുഭവിക്കുന്നവർ, വിശ്വാസത്തിൽ നിരക്കാത്ത സ്നേഹ പ്രണയബന്ധങ്ങൾ, കുഞ്ഞുങ്ങളെ വിശ്വാസം വളർത്തുവാൻ സാധിക്കാത്ത വിധത്തിൽ ചെന്ന് അകപ്പെട്ടിരിക്കുന്നവർ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. ഇപ്പോഴും ഡേറ്റുകൾ ഓർക്കേണ്ട സമയമാണ്. പലതരം ഡേറ്റുകൾ, സമയം നമ്മുടെ ജീവിതത്തെ ദൈവിക ഇടപെടലിൻ്റെ സമയമാണ്. അക്കാലത്താണ് മോശ പിറന്നതെന്ന് പറഞ്ഞില്ലേ? ഇപ്പം കാലം ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. ദൈവം അനുഗ്രഹിക്കാൻ വേണ്ടി ഭൗതിക ലോകത്തെ ഒരു നിശ്ചിത സമയം തിരഞ്ഞെടുത്തു. അത് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഏറ്റവും വേഗമാകാനാണ് നമ്മൾ ഉടമ്പടി ചെയ്തിരിക്കുന്നത്. കാലത്തിൻ്റെ സമ്പൂർണതയിൽ അവൻ തൻ്റെ പുത്രനെ അയച്ചുവെന്നില്ലേ? കാലസമ്പൂർണത ഗലാത്യർ 4:4 നമ്മളെ സംബന്ധിക്കുന്ന അനുഗ്രഹത്തിൻ്റെ കാലസമ്പൂർണത പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ സ്വാധീനത്തിൽ എത്രയും വേഗമാകാനാണ് നമ്മൾ ഉടമ്പടി ചെയ്തിരിക്കുന്നത്. അപ്പം അവൻ്റെ കാലം ഓർക്കുക. കല്യാണത്തിൻ്റെ ദിവസം, മനസ്സമ്മതത്തിൻ്റെ ദിവസം, സ്ഥലമളവിൻ്റെ ദിവസം, പരീക്ഷാ ഡേറ്റുകൾ, യാത്രാ ഡേറ്റുകൾ, ഉടമ്പടി ഡേറ്റുകളെല്ലാം ഓർക്കുക. ഭാഗ ഉടമ്പടി ഡേറ്റുകൾ, ഓപ്പറേഷൻ ഡേറ്റുകൾ, ആശുപത്രി പോകുന്ന ഡേറ്റുകൾ എല്ലാം, നിന്നോട് ബന്ധപ്പെട്ട മുഴുവൻ ഡേറ്റുകൾ പരിശുദ്ധ എന്ന് പറയുക. പ്രാർത്ഥനയോട് ചേർന്ന് പ്രാർത്ഥിക്കുക. ഈ ശുശ്രൂഷ ലൈവായി കൂടുന്ന എല്ലാവരും അവരുടെ പ്രധാനപ്പെട്ട ഡേറ്റുകൾ ഇപ്പോഴേ മൊബൈലിലേക്ക് മെസ്സേജ് ചെയ്യേണ്ടതാണ്. ഞങ്ങളതിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങളെ ഓർത്താണ് ഞങ്ങളിവിടെ ആരാധന നടത്തുന്നത്. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, എൻ്റെ ജീവിതത്തിൻ്റെ ദൈവിക ഇടപെടലിൻ്റെ നിർണായക നിമിഷങ്ങളെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ അങ്ങേക്ക് സമർപ്പിക്കുന്ന കർത്താവേ, ഇടപെടണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവിന്റെ ചരിത്രം നിറയട്ടെ, അവിടുത്തെ ശക്തി നിറയട്ടെ, അഭിഷേകം ചൊരിയട്ടെ. ഈ ശുശ്രൂഷയിലെ നിയോഗങ്ങൾ ഇപ്പോൾ സമർപ്പിച്ചുകൊണ്ടിരിക്കുന്നവര്, ഓൺലൈനായി നിയോഗങ്ങൾ അർപ്പിച്ചുകൊണ്ടിരിക്കുന്നവര്, വ്യത്യസ്ത ഭൂഖണ്ഡങ്ങളിൽ ഇരുന്നു കൊണ്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നവരെ എല്ലാം കർത്താവ് സ്പർശിക്കുകയാണ്. ഈശോയെ നന്ദി, ഈശോയെ ആരാധന. പ്രൈസ് ദി ലോർഡ്. നിറച്ച വസ്തുക്കൾ എടുക്കുക. നിറച്ച വസ്തുക്കൾ എടുക്കുക. ശ്രദ്ധിക്കുക. ഉടമ്പടി 1ഉം 2ഉം പുതുക്കുന്നതിന് പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ കാർഡുകളെ ഓഫീസിൽ കാണിച്ചാൽ മതിയാവും. ഉടമ്പടി 3 പുതുക്കുന്നതിന് 2ാം നമ്പറിൽ ഉടമ്പടി 3 പുതുക്കുന്നുണ്ട്. 4 മണിക്ക് ശേഷമായിരിക്കും പുതുക്കുന്നത്. അതിന് സാക്ഷ്യം എഴുതി കൊടുക്കണം. അവർക്കത് സ്വീകാര്യമാകുകയും ചെയ്യണം. ജോയിച്ചമ്പതനാണ് ചാർജ്. സാക്ഷ്യം എഴുതി കൊടുക്കണം. എഴുതി കൊടുത്ത് സാക്ഷ്യം പരിശോധിച്ചിട്ട് അത് സ്വീകാര്യമാണെങ്കിൽ സീൽ ചെയ്ത് സൈൻ ചെയ്ത് തരും. അത് ഉടമ്പടി പൗച്ചിൽ സൂക്ഷിക്കേണ്ടതാണ്. ബുധൻ, വ്യാഴം, വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിലാണ് 4ാം സാക്ഷ്യം പുതുക്കുന്നത്.
നാലാമത് ഉടമ്പടി പുതുക്കുന്നത് ബുധൻ, വ്യാഴം, വെള്ളി, ശനി തീയതി. കാര്യം അതിന് സാക്ഷ്യം പറയണം. കൗണ്ടറിൽ എഴുതി കൊടുത്തിട്ട് അവർ സൈൻ ചെയ്ത് തന്നാൽ മാത്രമേ ഇവിടെ പറയാൻ പറ്റത്തുള്ളൂ. കാര്യം ഉടമ്പടി പൂർണ്ണമാകും തോറും സാക്ഷ്യങ്ങൾ കട്ടിയായ സാക്ഷ്യങ്ങളാണ്. ലൈറ്റായിട്ടുള്ള സാക്ഷ്യങ്ങളൊന്നും പറയിപ്പിക്കത്തില്ല. അത് നിങ്ങൾ വീണ്ടും പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ കൃപ ആർജിക്കാൻ വേണ്ടി വിശുദ്ധീകരിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യണം. പ്രാർത്ഥന കൊണ്ട് വിശുദ്ധീകരിക്കുകയും വചന വായന കൊണ്ട് വിശുദ്ധീകരിക്കുകയും പ്രവർത്തനം കൊണ്ട് ശക്തീകരിക്കുകയും ചെയ്യണം. അപ്പോൾ സാക്ഷികളായി സാകും. അതാണ് അടയാളം കിട്ടണം. എല്ലാ ദിവസവും ഉടമ്പടിയുണ്ട്, ഇന്നും ഉണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന എല്ലാ ബാൻഡ്സും മാറ്റിയിട്ടുണ്ട്. കാരണം ഒത്തിരി പേര് കംപ്ലയിൻ്റായി. വീണ്ടും ഉടമ്പടി പുതുക്കാൻ വേണ്ടി മാത്രം വയനാട്ടിൽ നിന്നും കണ്ണൂരിൽ നിന്നും മറ്റു ബാൻഡത്തിൽ നിന്നൊക്കെ വരാൻ കാശ് വെള്ളമുണ്ട്. അത് പ്രാർത്ഥനാ ദിവസം തന്നെ പുതുക്കാൻ ഇപ്പം അനുവാദമുണ്ട്. നേരത്തെ എറണാകുളംകാരും ആലപ്പുഴക്കാരെയും കൊല്ലംകാരെയും കോട്ടയംകാരെയും ഒഴിവാക്കിയായിരുന്നു. അവരടുത്തുള്ളവരല്ലെന്ന് വിചാരിച്ചുകൊണ്ട്. ഇപ്പോൾ അങ്ങനെയല്ല, ആർക്ക് വേണമെങ്കിലും പുതുക്കാൻ ആവശ്യമുള്ളവർക്കെല്ലാം പുതുക്കാം. അതിന് പരിമിതികളൊന്നുമില്ല. കാര്യം അവർ കുറച്ച് കംപ്ലയിൻറ്റ് പറഞ്ഞായിരുന്നു. ഞങ്ങളെ പിന്നെ എന്തിനാ അങ്ങനെ ഒഴിവാക്കണം എന്ന് ചോദിച്ചായിരുന്നു. പ്രത്യേകിച്ച് അതിൻ്റെ അകത്ത് ഇഷ്യൂ ഉണ്ടാക്കിയ തൃശ്ശൂർക്കാരാണ്. അവർ പറഞ്ഞ കറക്റ്റാണ്. ഞങ്ങൾ തൃശ്ശൂരിൽ നിന്ന് കിഴക്കോട്ട് പോകാനുള്ളവരാണ്. അളന്ന് നോക്കിക്കഴിഞ്ഞാൽ കാസർഗോഡ് ഞങ്ങൾ ഒരു ദൂരമാണെന്നൊക്കെ